ദേവസ്വം ബോർഡ് പരീക്ഷയുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഒന്നാമത്തെ ക്ലാസ്സാണ് നമ്മളിവിടെ ഒന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ചോദ്യോത്തര രൂപത്തിലാണ് നമ്മൾ ഈ ഒരു ക്ലാസ് പരിചയപ്പെടുത്തുന്നത്. ഒന്നാമത്തെ ചോദ്യം, ക്ഷേത്രം എന്ന പദത്തിന്റെ അർത്ഥമെന്ത് എന്നാണ്. ഇവിടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ദുഃഖത്തിൽ നിന്നും രക്ഷിക്കുന്നത് എന്നതാണ് ക്ഷേത്രം എന്ന പദത്തിന്റെ അർത്ഥം വരുന്നത്. ക്ഷേത്രം എന്ന പദത്തിന്റെ അർത്ഥം ദുഃഖത്തിൽ നിന്നും രക്ഷിക്കുന്നത് എന്നാണ്. അടുത്ത ചോദ്യം, സർവ അർദ്ധായന തന്യതേ ത്രയന്തേ ചതത്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്തെന്നാണ്. ഇവിടെ എല്ലാ പുരുഷാർത്ഥങ്ങളാലും വ്യാപിക്കപ്പെടുകയും രക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത് തന്ത്രം എന്നാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. സർവ അർദ്ധായന തന്യതേ ത്രായതേ ചതത്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എല്ലാ പുരുഷാർത്ഥങ്ങളാലും വ്യാപിക്കപ്പെടുകയും രക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത് തന്ത്രം എന്നാണ് ഇവിടെ ഇതിന്റെ അർത്ഥം വരുന്നത്. നമ്മുടെ അടുത്ത ചോദ്യം, ക്ഷേത്രസങ്കല്പം ഏത് ശാസ്ത്രത്തെയാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ഉത്തരം ഓപ്ഷൻ സി, തന്ത്രശാസ്ത്രത്തെയാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, തന്ത്രസമുച്ചയത്തിന്റെ രചയിതാവ് ആരെന്നാണ്. ഇവിടെ ചേനാസ് നാരായണൻ നമ്പൂതിരിപ്പാടാണ് ഉത്തരമായിട്ട് വരേണ്ടത്. തന്ത്രസമുച്ചയത്തിലെ അധ്യായങ്ങൾക്ക് പറയുന്ന പേരെന്തെന്നാണ് അടുത്ത ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ട ഓപ്ഷൻ സി, പടലങ്ങൾ എന്നതാണ്. തന്ത്രസമുച്ചയത്തിലെ ശ്ലോകസംഖ്യ എത്ര എന്നാണ് ചോദ്യം. 2896. 2896. ശിവപാർവതി സംവാദ രൂപേണ ദത്താത്രേയ മുനി രചിച്ചിട്ടുള്ള ശാസ്ത്രശാഖ ഏത്. ഇവിടെ നമ്മൾ ഉത്തരം തന്ത്രശാസ്ത്രമാണ്. അപ്പോൾ തന്ത്രശാസ്ത്രം, ശിവപാർവതി സംവാദ രൂപേണ ദത്താത്രേയ മുനി രചിച്ചിട്ടുള്ള ശാസ്ത്രശാഖയാണ് തന്ത്രശാസ്ത്രം. ശിവൻ പാർവതിക്ക് ഉപദേശിച്ചു കൊടുത്ത തന്ത്രം ഏതു പേരിൽ അറിയപ്പെടുന്നത്. ഉത്തരം ആഗമ ശാസ്ത്രമാണ്. ശിവൻ പാർവതിക്ക് ഉപദേശിച്ചു കൊടുത്ത തന്ത്രം ആഗമശാസ്ത്രം എന്നറിയപ്പെടുന്നു. പാർവതി ശിവന് പറഞ്ഞു കൊടുത്ത തന്ത്രം ഏതു പേരിൽ അറിയപ്പെടുന്നു. ഉത്തരം ഓപ്ഷൻ ബി ആണ്, നിഗമ ശാസ്ത്രം എന്നാണ് അറിയപ്പെടുന്നത്. പാർവതി ശിവന് പറഞ്ഞു കൊടുത്ത തന്ത്രം നിഗമശാസ്ത്രം എന്ന് അറിയപ്പെടുന്നു. തന്ത്രവിഭാഗത്തെ മൂന്നായി വിഭജിച്ചതിന്റെ പേരുകൾ ഏതെല്ലാമാണ്. ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. വിഷ്ണുക്രാന്ത, രഥക്രാന്ത, അശ്വക്രാന്ത. വിഷ്ണുക്രാന്ത, രഥക്രാന്ത, അശ്വക്രാന്ത. വിഷ്ണുക്രാന്ത, രഥക്രാന്ത, അശ്വക്രാന്ത. തന്ത്രവിഭാഗത്തെ മൂന്നായി വിഭജിച്ചതിന്റെ പേരുകൾ വിഷ്ണുക്രാന്ത, രഥക്രാന്ത, അശ്വക്രാന്ത. സംഗീത മഹിമ വിളിച്ചോതുന്ന തന്ത്രത്തിന് പറയുന്ന പേരെന്താണ്. രുദ്രയാമളം എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. രുദ്രയാമളം. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ടത് സംഗീത മഹിമ വിളിച്ചോതുന്ന തന്ത്രത്തിന് പറയുന്ന പേര് രുദ്രയാമളം. ദേഹം ദേവാലയവും അതിനുള്ളിലെ ജീവൻ സദാശിവവുമാണെന്ന് പറയുന്ന ഗ്രന്ഥം എന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് ഇവിടെ ഓപ്ഷൻ സി ആണ്, കുളാർണവ തന്ത്രമാണ്. ഉത്തരമായിട്ട് വരേണ്ടത് കുളാർണവ തന്ത്രമാണ്. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ടത് ദേഹം ദേവാലയവും അതിനുള്ളിലെ ജീവൻ സദാശിവവുമാണെന്ന് പറയുന്ന ഗ്രന്ഥമാണ് കുളാർണവ തന്ത്രം. ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ട ശാസ്ത്രങ്ങൾ ഏതെല്ലാമെന്നാണ് ചോദ്യം. ഇവിടെ തന്ത്രശാസ്ത്രം, ശില്പശാസ്ത്രം, ജ്യോതിശാസ്ത്രം എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത്. ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ട ശാസ്ത്രങ്ങളേവ. തന്ത്രശാസ്ത്രം, ശില്പശാസ്ത്രം, ജ്യോതിശാസ്ത്രം. സുപ്രസിദ്ധ ക്ഷേത്രശില്പ ഗ്രന്ഥം ഏതാണ്. തന്നിരിക്കുന്നതിൽ സുപ്രസിദ്ധ ക്ഷേത്രശില്പ ഗ്രന്ഥമാണ് ഇത്, വിശ്വകർമ്മ്യം. വിശ്വകർമ്മ്യം. ഈ ശരീരം തന്നെയാണ് ക്ഷേത്രം എന്ന് പറയുന്ന ഗ്രന്ഥം ഏതാണ്. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരുന്നത് ഭഗവത്ഗീതയാണ്. ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഈ ശരീരം തന്നെയാണ് ക്ഷേത്രം എന്ന് പറയുന്ന ഗ്രന്ഥമാണ് ഭഗവത്ഗീത. താന്ത്രിക വിധി പ്രകാരം ഭൂമിയിൽ ഏറ്റവും അധികം സാന്നിധ്യമുള്ള ദേവതമാർ ആരെല്ലാമാണ്. ഇവിടെ ഗണപതിയും ഭദ്രകാളിയുമാണ്. ഗണപതിയും ഭദ്രകാളിയുമാണ്. അടുത്ത ചോദ്യം, ഏത് ശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ശില്പങ്ങൾ ക്ഷേത്രവിഗ്രഹം നിർമ്മിക്കുന്നത്. ശില്പികൾ ക്ഷേത്രവിഗ്രഹം നിർമ്മിക്കുന്നത്. ഏത് ശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ശില്പികൾ ക്ഷേത്രവിഗ്രഹം നിർമ്മിക്കുന്നത്. സ്ഥാപത്യ ശാസ്ത്രമാണ്. സ്ഥാപത്യ ശാസ്ത്രം. അപ്പൊ ഏത് ശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ശില്പികൾ ക്ഷേത്രവിഗ്രഹം നിർമ്മിക്കുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. അവിടെ ഉത്തരം സ്ഥാപത്യ ശാസ്ത്രം എന്നാണ് വരേണ്ടത്. വിഗ്രഹങ്ങളെ മൂന്നായിട്ട് തിരിച്ചതിൽ അവയ്ക്ക് പറയുന്ന പേരെന്തെന്നാണ്. ഇവിടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. അചലം, ചലം, ചലാചലം. അചലം, ചലം, ചലാചലം. ക്ഷേത്രത്തിൽ സ്ഥിരപ്രതിഷ്ഠ ചെയ്യുന്ന മൂലവിഗ്രഹങ്ങൾക്ക് പറയുന്ന പേര്. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അചല ബിംബങ്ങൾ എന്നാണ്. ക്ഷേത്രത്തിൽ സ്ഥിരപ്രതിഷ്ഠ ചെയ്യുന്ന മൂലവിഗ്രഹങ്ങൾക്ക് പറയുന്ന പേര് അചല ബിംബങ്ങൾ. ക്ഷേത്രത്തിൽ സ്ഥിരപ്രതിഷ്ഠ ചെയ്യുന്ന മൂലവിഗ്രഹങ്ങൾ അചല ബിംബങ്ങൾ എന്നാണ് പറയുന്നത്. ഇനി എടുത്തു മാറ്റാവുന്ന ലോകബിംബങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു. ഇവിടെ ചലം എന്ന വിഭാഗത്തിൽ പെടുന്നു. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വിഗ്രഹങ്ങളെ മൂന്നായിട്ട് തിരിച്ചതിൽ ഒന്ന് അചലം, ചലം, ചലാചലം.
അതിൽ ക്ഷേത്രത്തിൽ സ്ഥിരപ്രതിഷ്ഠ ചെയ്യുന്ന മൂലവിഗ്രഹങ്ങൾക്ക് പറയുന്ന പേര് അചല ബിംബങ്ങൾ. ആ പേരിൽ നിന്ന് നമുക്ക് കിട്ടും. ഇനി എടുത്തു മാറ്റാവുന്ന ലോകബിംബങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? ചലം എന്ന വിഭാഗത്തിൽ പെടുന്നു. പ്രതിഷ്ഠാ വിഗ്രഹം തന്നെ അർച്ചനയ്ക്ക് ഉപയോഗിക്കുമ്പോൾ പറയുന്ന പേരെന്താ? ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ചലാചലം എന്നാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. പ്രതിഷ്ഠാ വിഗ്രഹം തന്നെ അർച്ചനയ്ക്ക് ഉപയോഗിക്കുമ്പോൾ പറയുന്ന പേര് ചലാചലം എന്നാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 22ഓളം ചോദ്യങ്ങൾ നിങ്ങൾ മുന്നിലേക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്നുള്ള ക്ലാസ്സിൽ കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ദേവസ്വം ബോർഡിലെ സ്പെഷ്യൽ ടോപ്പിക്കാണ്. ആദ്യമായിട്ടൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ നമുക്കൊക്കെ ഇതിലെ പല വാക്കുകളും നമുക്ക് ചിലപ്പോൾ അറിയാത്തതൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ചീച്ചായിട്ട് ചോദ്യോത്തര രൂപത്തിൽ തന്നെ ചെയ്തു പോകുന്നത്. കുറേ ചോദ്യങ്ങളൊക്കെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാണ്. അപ്പോൾ നമുക്ക് തുടർന്നുള്ള ക്ലാസ്സിൽ കൂടുതൽ ചോദ്യങ്ങൾ പരിചയപ്പെടാം. ആ ഒരു 20 മാർക്ക് എത്രയാണോ നമുക്ക് സിലബസ് ഇതിൽ വന്നിട്ടില്ല, എന്തായാലും എത്രയാണോ ആ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ മാർക്ക് നമുക്ക് ഉറപ്പാക്കാം. അടുത്തൊരു ക്ലാസ് കാണാം. അതുവരെയും നന്ദി, നമസ്കാരം.